ജീവിത രീതി, അവരുടെ സമീപനം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ ഈ രാജ്യത്തുള്ള ആളുകൾ വിലയിരുത്തുന്നതും വിലയിരുത്തിയതുമൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാ ജില്ലകളിലും, കാസർഗോഡല്ലാത്ത എല്ലാ ജില്ലകളിലും സ്വീകരണം നൽകപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വീകരണം നൽകപ്പെട്ടു. ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും നമ്മുടെ മതക്കാരാവുന്ന ആളുകളും അല്ലാത്ത മതക്കാരൊക്കെ ഈ സംഘടനയെ പ്രശംസിച്ചുകൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ നിലപാടുകൾ, ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒന്ന്. കാരണം ഇവിടെ പല മതസംഘടനകളെയും അവരുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടേതായി എഴുതപ്പെട്ടതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദ സംഘടനകളായിട്ടോ അല്ലെങ്കിൽ വർഗീയ സംഘടനകളായിട്ടൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വർഗീയത തീവ്രതയ്ക്ക് അവരിലേക്ക് ചാർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ചില സംഘടനയിലേക്ക് ചേർത്തി പറയപ്പെടുമ്പോൾ, ഇതുപോലുള്ള ഒന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടില്ല. ഇന്നേ വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ ചേർത്തി പറയപ്പെടേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം ആ നിലക്ക് വിശുദ്ധമാവുന്നതായ അടിസ്ഥാനങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് ഈ സംഘടന. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏതെങ്കിലും പാർട്ടികളോടോ ഏതെങ്കിലും ആളുകളോടോ യാതൊരു നിലക്കുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നുമില്ല. പക്ഷെ ആശയത്തിനൊരു പ്രാധാന്യം ഉണ്ട്. ഈ ആശയത്തിന് പറയുന്ന ആരോടും, അല്ലെങ്കിൽ ഈ ആശയത്തിനെ വിമർശിക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ ആശയത്തിൻ്റെ എതിരാവുന്ന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ ആശയപരമായുള്ള എതിർപ്പുകൾ നമുക്കുണ്ടാവും. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടുള്ളൂ.